അടുത്ത ചോദ്യം 28ാമത്തെ ചോദ്യമാണ്. 28ാമത്തെ ചോദ്യത്തിനകത്ത് വരുന്നത് മാച്ച് ദ ഫോളോവിങ് ആണ്. മാച്ച് ദ ഫോളോവിങ്ങിനകത്ത് ക്രിട്ടിക്കൽ കമ്മ്യൂണിറ്റി സ്റ്റഡീസ്, സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി, പിന്നെ സെക്യൂരിറ്റി റെജീം, സെക്യൂരിറ്റി കോംപ്ലക്സ്. ഇതിനകത്ത് അതിൻ്റെ വക്താക്കളാണ് പറഞ്ഞിരിക്കുന്നത്: ബാരി ബുസൺ, റോബർട്ട് ജെർവിസ്, കാൾ ഡ്യൂഷ്, കെന്നത്ത് ബൂത്ത്. ഉത്തരം ഒന്നുപോലും അറിയില്ല നമുക്ക്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉത്തരം ഏതാണെന്ന് നോക്കാം. 28ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് സി ആണ്. സി ഓപ്ഷൻ, സി കോഡാണ് വരുന്നത്. സി കോഡിനകത്ത് ക്രിട്ടിക്കൽ കമ്മ്യൂണിറ്റി സ്റ്റഡീസ് വരുന്നത് നാലാമത്തെ ആളാണ്, കെന്നത്ത് ബൂത്താണ്. സെക്യൂരിറ്റി കമ്മ്യൂണിറ്റി വരുന്നത് കാൾ ഡ്യൂഷ് ആണ്. സെക്യൂരിറ്റി റെജീം വരുന്നത് റോബർട്ട് ജെർവിസ്. ആൻഡ് സെക്യൂരിറ്റി കോംപ്ലക്സ് വരുന്നത് ബാരി ബുസോൺ. അങ്ങനെ ആൻസർ സി ആണ് വരുന്നത് 28ാമത്തെ ചോദ്യത്തിന് ഉത്തരം. 29 മാച്ച് തന്നെ, മാച്ച് ദ ഫോളോവിങ് തന്നെയാണ്. ക്ലാസിക്കൽ റിയലിസത്തിന് ഉപജ്ഞാതാവാണ്. സ്ട്രക്ചറൽ റിയലിസം, നിയോ ക്ലാസിക്കൽ റിയലിസം, റാഷണൽ ചോയ്സ്. ക്ലാസിക്കൽ റിയലിസത്തിന് ഉപജ്ഞാതാവ് ആര് എന്നുള്ളതാണ്. അതിനകത്ത് ഏതെങ്കിലും ഉത്തരം അറിയാവോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഒന്നും അറിയില്ലെങ്കിൽ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഇത് ഡി ആണ് ആൻസർ. ഡി. ക്ലാസിക്കൽ റിയലിസത്തിൻ്റെ ഉപജ്ഞാതാവ് 29ാമത്തെ ചോദ്യം ഡി ആണ്. 29ാമത്തെ ഡി ആണെങ്കിൽ ക്ലാസിക്കൽ റിയലിസം ക്രാസ്നറാണ്. സ്ട്രക്ചറൽ റിയലിസം കെന്നത്ത് വാൾസ് ആണ്. നിയോ ക്ലാസിക്കൽ റിയലിസം മോർഗന്തു ആണ്. റാഷണൽ ചോയ്സ് ഷ്വാലറാണ്. റാഷണൽ ചോയ്സാണ് ഷ്വാലർ. അത് തെറ്റിപ്പോകരുത്. 30ാമത്തെ ചോദ്യത്തിന് ഉത്തരം വിച്ച് ഓഫ് ദ ഫോളോവിങ് പെയർസ് ഈസ് നോട്ട് പ്രോപ്പർലി മാച്ച്ഡ്. മാച്ച് അല്ല, ഇത് അൺമാച്ച് ആയിട്ടുള്ള പെയറാണ്. ഡേവിഡ് ഈസ്റ്റൺ, പോസ്റ്റ് മോഡേണിസം. സി റൈറ്റ് മിൽസ്, ഗിൽഡ് സോഷ്യലിസം. GDH കോലെ, പവർ എലൈറ്റ്. ഡെരീഡ, പൊളിറ്റിക്കൽ സിസ്റ്റം. ഏതാണ് മാച്ചിങ് അല്ലാത്തതെന്നുള്ളതാണ്. സെലക്ട് ദ ആൻസർ ഫ്രം ദ കോഡ് ബിലോ ആണ്. മുപ്പതാമത്തെ ഉത്തരം സി ആണ്. ഡേവിഡ് ഈസ്റ്റൺ, സി റൈറ്റ് മിൽസ്, പവർ എലൈറ്റ് ആണ്. GDH കോലെ, പൊളിറ്റിക്കൽ സിസ്റ്റം. ഡെരീഡ, ഗിൽഡ് സോഷ്യലിസം. ഇതാണ് കറക്റ്റായിട്ട് മാച്ച് അല്ലാത്ത വരുന്നത്. ബാക്കിയൊക്കെ മാച്ചിങ് ആണ്. മുപ്പത്തിയൊന്നാമത്തെ ചോദ്യം ഐഡൻറ്റിഫൈ ദ ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ ഫോളോവിങ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പ്രൈം മിനിസ്റ്റർഷിപ്പിനകത്ത് ആദ്യത്തെ പ്രൈം മിനിസ്റ്ററായിട്ട് വരുന്നത് രാജീവ് മൊറാർജി ദേശായിയാണ്. തുടർന്ന് 1977 തൊട്ടിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു. പിന്നീട് 1984 പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി. തുടർന്ന് VP സിംഗ് ആണ് പ്രധാനമന്ത്രിയാവുക. പിന്നെ ചന്ദ്രശേഖർ. ഇതാണ് അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ. അത് ഇതിനകത്ത് ഉത്തരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത ക്രോണോളജിക്കൽ ഓർഡർ ചോദിച്ചിട്ടുണ്ട്. അതിനകത്ത് ഫക്രുദ്ദീൻ അഹമ്മദിൻ്റെ മരണം, അത് ഫസ്റ്റ് സ്പ്ലിറ്റ് ഇൻ കോൺഗ്രസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അറസ്റ്റ് ഓഫ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള പ്രൈം മിനിസ്റ്റർ ഓഫ് ജമ്മു കാശ്മീർ, ആൻഡ് സൈനിങ് ഓഫ് ഇൻഡോ സോവിയറ്റ് യൂണിയൻ ട്രീറ്റി. 32ാമത്തെ ചോദ്യത്തിന് ഉത്തരം വരുന്നത് 32ാം ചോദ്യം ബി ആണ്. ബി ഓപ്ഷൻ കോഡ് ബി ആണ്. 3, 2, 4, 1 എന്നാണ് പറയുന്നത്. ആദ്യത്തേത് അറസ്റ്റ് ഓഫ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള ആണ് പ്രൈം മിനിസ്റ്റർ ജമ്മു കാശ്മീർ ആദ്യം നടന്നു. രണ്ടാമത് പിന്നെ നടന്ന സംഭവം കോൺഗ്രസിലെ സ്പ്ലിറ്റ്, തുടർന്ന് ഇൻഡോ സോവിയറ്റ് യൂണിയൻ ട്രീറ്റി ആണ്
അവസാനത്തേതാണ്. ഒന്നാമത്തേത് ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ മരണമാണ് ഏറ്റവും ലാസ്റ്റാണ്. 33. അക്കോർഡിംഗ് ടു ദ ഒറാങ്സ്കി, ദ സ്റ്റേജസ് ഓഫ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് ആർ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ക്രോണോളജിക്കൽ സീക്വൻസ് അബോവ് ദ കോഡ് ഗിവൺ ബിലോ. 33ാമത്തെ ഉത്തരം വരുന്നത് എ ആണ്. 33A. 1, 2, 3, 4. യൂണിഫിക്കേഷൻ, ഇൻഡസ്ട്രിയലൈസേഷൻ, അബണ്ടൻസ്, നാഷണൽ വെൽഫെയർ. ഇതാണ് അതിൻ്റെ റേഞ്ച്. 34ാമത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണെന്ന് നോക്കാം. അറേഞ്ച് ദ ക്രോണോളജിക്കൽ ഓർഡർ ഫോളോയിങ് ദ ട്രീറ്റീസ് ഇൻ ദ എവല്യൂഷൻ ഓഫ് യൂറോപ്യൻ യൂണിയൻ. ആംസ്റ്റർഡാം ട്രീറ്റി, മാഞ്ചസ്റ്റർ ട്രീറ്റി, നൈസ് ട്രീറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റി. ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് എവല്യൂഷൻ ഓഫ് യൂറോപ്യൻ യൂണിയൻ ഉണ്ടായത് എങ്ങനെയാണ്? 34ാമത്തെ ഉത്തരം വരുന്നത് സി ആണ്. 2, 1, 3, 4. രണ്ടാമത്തെ ആദ്യത്തേത് മാഞ്ചസ്റ്റർ ട്രീറ്റി, ഒന്നാമത്തെ ആംസ്റ്റർഡാം ട്രീറ്റി, നൈസ് ട്രീറ്റി, പിന്നെ ലാസ്റ്റ് വൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഗുഡ്.